നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ എന്ത് ഡിസിഷൻ ആണ് എടുക്കാനായിട്ട് ഇപ്പോൾ ചിന്തിക്കുന്നത്? ഓക്കെ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരുപാടായിട്ടുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമാണ്. നിങ്ങളെ നേരിൽ കാണണമെന്നവർ അതിതീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് ആണ്. ഓക്കെ, ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സണെ വളരെ അധികമായിട്ടുള്ള ഒരു ഡിപ്രഷനിലേക്കൊക്കെ കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്കായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കാം. അവർ അത്രയധികം ഒരു ബിസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അവരുടെ ജോലി കാര്യങ്ങളിലോ ജീവിത സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ അത്തരം റെസ്പോൺസിബിലിറ്റീസിലോ ഒക്കെ ഒത്തിരി അവർ സ്ട്രക്ക് ആയി പോയിട്ടുള്ളൊരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ അവർക്കായിട്ട് തന്നെ ഒരു ആക്ഷൻ എടുക്കാൻ കഴിയാത്തതിൽ അവരൊരുപാട് സങ്കടപ്പെടുകയാണ്. അവരുടെ സങ്കടം, അതായത് എത്രത്തോളം ആഴത്തിലുള്ള ഒരു മുറിവാണ് അവർക്ക് ഏറ്റിട്ടുള്ളതെന്ന് കാണാം. അതുപോലെ തന്നെ അവർ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സുകൊണ്ട് അവർ തകർന്നു പോയൊരു സാഹചര്യമാണ് കാണുന്നത്. എത്രയധികം അത് ഒരു ഹീൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് മാത്രമേ അവരെ ഹീല് ചെയ്യാൻ കഴിയൂ എന്നുള്ള ഒരു റിയാലിറ്റിയാണ് ഇവിടെ വ്യക്തമാവുന്നത്. യെസ്, അതുകൊണ്ട് തന്നെ ഓരോരോ മൊമെന്റിലും അവർ നിങ്ങളുടെ അരികിലേക്ക് വരാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രണയമാണിത്. അതുകൊണ്ട് തന്നെ എത്ര തന്നെ തകർന്നു പോയെന്ന് നിങ്ങൾക്ക് തോന്നിയാലും, എത്ര തന്നെ അവസാനിച്ചു പോയി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ പോലും വീണ്ടും വീണ്ടും അത് പുനർജനിക്കുന്ന, അല്ലെങ്കിൽ വീണ്ടും അതിലൊരു ന്യൂ ബിഗിനിങ് വീണ്ടും ഉണ്ടാകുന്ന ഒരു റിലേഷൻഷിപ്പാണ്. അത്ര അധികമായിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് കണക്ഷൻ പോലെ ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആണിത്. ഒരിക്കലും ഒരിക്കലും എൻഡായി പോകുന്നതല്ല. ഇപ്പോൾ ഇത് ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കാം പലർക്കും, എങ്കിൽ പോലും റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ വീണ്ടും റീയൂണിയൻ ചെയ്യും എന്നുള്ളത് വളരെയധികം വ്യക്തത തരുന്നുണ്ട് ഈ ഒരു റീഡിങ്ങിൽ. അതുപോലെ തന്നെ ഈ വ്യക്തി ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. എന്ത് നെഗറ്റിവിറ്റീസ് ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും, എന്ത് ഇരുട്ടാണ് അവരുടെ ലൈഫിൽ ബാധിച്ചിട്ടുള്ളത് എങ്കിൽ പോലും, അവർ ആ ഒരു വെളിച്ചവുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്ന് ചേരും എന്നുള്ള ഒരു സ്ട്രോങ് ഡിസിഷൻ ഇപ്പോൾ ഈ വ്യക്തി എടുത്തിട്ടുണ്ട്. കാരണം അത്രമാത്രം അവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. ഏത് ഒരു പാത്താണ് ചൂസ് ചെയ്യേണ്ടത് എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുകയാണ്. നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടുള്ള ഡിസിഷൻ അവർ എടുക്കുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ്, ചിലപ്പോൾ സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് നിങ്ങളെ അവഗണിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. പക്ഷെ അത് നിങ്ങളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളത് അവർക്കൊരു സമസ്യയായിട്ടുണ്ട്. അതായത് അവർക്ക് നിങ്ങളുടെ മുന്നിൽ വന്നാൽ നിങ്ങൾ അവരെ വിശ്വസിക്കുമോ, അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ എന്നൊക്കെ ഉള്ള ഒരു ഡൗട്ട് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ട് എന്ന് കാണുന്നുണ്ട്. ആൻഡ് യെസ്, അതുകൊണ്ട് തന്നെ എത്ര സ്നേഹമാണോ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ളത്, അതിന് പകരം ഒന്നും ആവില്ല എന്നവർക്കറിയാം. അവർ എത്ര തിരികെ ആ ഒരു സ്നേഹം തന്നാലും നിങ്ങളുടെ പ്രണയത്തോളം ഒരിക്കലും ഒന്നും ബാലൻസ് ആവില്ല, കറക്റ്റ് ആവില്ല എന്ന് ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഇൻഫിനിറ്റ് കണക്ഷൻ ആണ് എന്നുള്ളത് ഈ വ്യക്തിയും നിങ്ങളും ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, എത്ര നിങ്ങൾക്ക് അവരോട് ഇപ്പോൾ ദേഷ്യം തോന്നിയാലും, അല്ലെങ്കിൽ അവരോട് ഒരു ഒരു പിണക്കം തോന്നിയാൽ പോലും, നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടുള്ള ആ ഒരു പ്രണയം എന്ന് പറയുന്നത് എപ്പോഴും വർദ്ധിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ ഒരു ഇൻറ്റൻസിറ്റി വർദ്ധിക്കുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അത്രമാത്രമുള്ള ഒരു കണക്ഷൻ, സ്ട്രോങ് ഫീലിങ്സ്. ഓക്കെ, 2 ഓഫ് കപ്സ്. തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളോട് ഇപ്പോൾ ഒരുമിച്ച് ചേരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളോട് ഒന്നിച്ച് ചേർന്ന് ഇനി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വളരെ വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, യെസ്. ഒരു നെഗറ്റിവിറ്റി ഈ വ്യക്തിയുടെ ലൈഫിലുണ്ട് എന്നുള്ളത് ഇവിടെ വ്യക്തമാണ്. സാഹചര്യങ്ങളായിരിക്കാം, മേ ബി അതൊരു സിറ്റുവേഷൻ തന്നെയായിരിക്കാം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഓക്കെ, എന്ത് തന്നെയായിരുന്നാലും ഈ വ്യക്തി ആ ഒരു സിറ്റുവേഷൻ എന്താണോ അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ആ ഒരു കാര്യം അവർ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയം ആ ഒരു കാര്യമാണ് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് അവർ ഡിസൈഡ് ചെയ്തിരിക്കുന്നതും നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ അവർക്ക്
പറയാനുണ്ട്. അവരുടെ ലൈഫിൽ നിങ്ങൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നിങ്ങളോട് തുറന്ന് പറഞ്ഞ് ഈ റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ വ്യക്തി ഡിസൈഡ് ചെയ്തിരിക്കുകയാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ വ്യക്തതയോട് കൂടിയിട്ടുള്ള ഒരു സ്പ്രെഡാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അവരുടെ ലൈഫിൽ എന്തൊക്കെ നെഗറ്റിവിറ്റീസ് ഉണ്ടെങ്കിലും, എന്തൊക്കെ ഒരു ബിസി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്നെങ്കിൽ പോലും അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്. എത്രത്തോളം വെളിച്ചം അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു വെളിച്ചം അവരുടെ ലൈഫിൽ മറ്റൊന്നും കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ നോ വൺ ക്യാൻ റീപ്ലേസ് യു എന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് പകരം ഒന്നും ആവില്ല എന്നുള്ളൊരു റിയലൈസേഷൻ അവർക്ക് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് ഈ വ്യക്തി നിങ്ങളെ ആഗ്രഹിക്കുന്നു ഈ ഒരു സമയത്ത്. അതുകൊണ്ട് തന്നെ അവരുടെ ഡിസിഷനും അത്രയും സ്ട്രോങ് ആയിരിക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, അവർ നിങ്ങളെ ഒരു ക്യൂനായിട്ടോ അല്ലെങ്കിൽ ഒരു കിങ് ആയിട്ടോ ഒക്കെ അവർ മനസ്സിൽ കാണുന്നുണ്ട്. മേ ബി ഇപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ടൈമിൽ നിങ്ങളോടുള്ള ഈ ഒരു സ്നേഹം അവർക്ക് കൂടുതൽ ആഴമേറിയതായി മാറിയിട്ടുണ്ടാവാം. ഓക്കെ, ഡെഫിനറ്റ്ലി അവരൊരു ടൈഡ് അപ്പ് സിറ്റുവേഷനിൽ തന്നെയാണുള്ളത്. ആൻഡ് യെസ്, അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നു. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു എയിം അവരുടെ മനസ്സിലുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം അവരുടെ ഉള്ളിലുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ആൻഡ് യെസ്, നിങ്ങൾ അർഹിക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് നൽകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ ഒരിക്കലും അവരുടെ ലൈഫിൽ നിന്ന് നഷ്ടമായി പോകാൻ ഈ ഒരു സമയത്ത് അവർ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു സെപ്പറേഷൻ മേ ബി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടാക്കി എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫിൽ മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങളെ ഉപേക്ഷിക്കാൻ ഈ വ്യക്തി തയ്യാറല്ല. അത്രയധികമായിട്ട് അവർ നിങ്ങളെ പ്രണയിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു കമ്മിറ്റ്മെന്റ് അവരുടെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ വ്യക്തി അമിതമായിട്ട് തന്നെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവർ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുമെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഓക്കെ, ഐ ആം സ്റ്റക്ക് ഇൻ മൈ ലൈഫ് വിത്ത് മൈ റെസ്പോൺസിബിലിറ്റീസ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അവരുടെ ലൈഫിൽ എന്തൊക്കെയോ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. അവരുടെ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാം. ആ ഒരു സ്റ്റക്നെസ്സിലാണ് അവരിപ്പോൾ ഉള്ളത്. അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളിൽ നിന്നും ഒരു സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അതല്ലാതെ നിങ്ങളോടുള്ള പരിഭവം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ അവഗണിക്കുന്നതോ ഒന്നും അല്ല. മൈ ഹാർട്ട് ഈസ് കോളിങ് യു. ഓക്കെ, ഒത്തിരി റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണെല്ലാം. ഐ ഹൈഡ് മൈ ടിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ. ഓക്കെ, അവരുടെ വിഷമങ്ങളൊന്നും അവർ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നില്ല. എപ്പോഴും നിങ്ങളുടെ മുന്നിൽ ചിരിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാത്രമേ നിങ്ങൾ കണ്ടിരുന്നുള്ളൂ. ഐ ഫീൽ എംപ്റ്റി വിതൗട്ട് യു. ഓക്കെ, നിങ്ങളില്ലാണ്ട് അവർ ശൂന്യതയിലാണെന്ന് പോലും അവർക്ക് ഫീൽ ആവുന്നുണ്ട്. ഇപ്പോൾ അവരുടെ ലൈഫിനൊരു എംപ്റ്റിനെസ് ആണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് എന്നാണ് അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് വന്നിട്ടുള്ളത്.